ഹായ്, ഇന്ന് നമുക്ക് ടാക്സ് ഇൻവോയ്സിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് നോക്കാം. ഒരു സപ്ലയറിനെ സംബന്ധിച്ച് അവരുടെ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ ടാക്സ് ഇൻവോയ്സ് ആണ്. അതുപോലെ തന്നെ ഏത് പീരീഡിലാണ് ഔട്ട്പുട്ട് ടാക്സ് അക്കൗണ്ട് ചെയ്യേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതും ടാക്സ് ഇൻവോയ്സ് ആണ്. ഒരു റെസിപ്പിയന്റിനെ സംബന്ധിച്ച് അവരുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവെയിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഡോക്യുമെന്ററി എവിഡൻസ് കൂടിയാണ് നമ്മുടെ ഈ ടാക്സ് ഇൻവോയ്സിലെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടാക്സ് ഇൻവോയ്സ് എന്നുള്ള വേർഡ് ആ ടാക്സ് ഇൻവോയ്സിൽ കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ നെയിം, അഡ്രസ് ആൻഡ് ദി ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദി റെസിപ്പിയൻറ്റ്. സിമിലർലി നെയിം, അഡ്രസ്, ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദി സപ്ലയർ. അതുപോലെ തന്നെ ടാക്സ് ഇൻവോയ്സ് ഒരു സീരിയലി നമ്പേർഡ് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് ആയിരിക്കും. ദെൻ കംസ് ഡേറ്റ് ഓഫ് ഇൻവോയ്സ്, ഡേറ്റ് ഓഫ് സപ്ലൈ. ഇനി അതുപോലെ തന്നെ ഉണ്ടാവേണ്ടതാണ് നമ്മുടെ ഗുഡ്സ് ഓർ സർവീസിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. ഇൻവോയ്സ് യൂഷ്വലി ദിറംസിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അഥവാ ദിറംസിലല്ല ഇൻവോയ്സ് എന്നുണ്ടെങ്കിൽ ടാക്സ് എമൗണ്ട് ദിറംസിൽ തന്നെ ആയിരിക്കണം മെൻഷൻ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഒരു ടാക്സ് ഇൻവോയ്സ് 10,000 ദിറംസിനേറ്റവും താഴെയാണെങ്കിൽ സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് FTA തരുന്നുണ്ട്. സിംപ്ലിഫൈഡ് ടാക്സ് ഇൻവോയ്സിൽ സപ്ലയറുടെ പേരും അഡ്രസ്സും ടാക്സ് രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ ഡിസ്ക്രിപ്ഷനും ടോട്ടൽ എമൗണ്ടും മാത്രം കാണിക്കേണ്ട ആവശ്യമേ നമുക്ക് വരുന്നുള്ളൂ.